നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ്റെ റെസിപ്പി ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ മസാലയാണ്. നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് അതീവ രുചിയിൽ എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ മസാല ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ കഴിവതും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ചിക്കൻ മസാല ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 7 to 8 സവാള മീഡിയം സൈസ്, ഒരു 15 അല്ലി വെളുത്തുള്ളി, ഒരു 7 to 8 പച്ചമുളക്, 3 തക്കാളി, ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാപ്സിക്കം, കുറച്ച് പച്ചമല്ലി. ഇനി ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപേണ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കുന്നതിന് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നിന്ന് വെളിച്ചെണ്ണ കഴിവതും ഒഴിവാക്കുക. ഞാൻ ഇതിനകത്തേക്ക് മസ്റ്റാർഡ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചിക്കനും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് എടുക്കുക. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. വറുത്ത ചിക്കനൊക്കെ കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയ്ക്കകത്തേക്ക് തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കറുകപ്പട്ട, ബേ ലീഫ്, ഏലയ്ക്ക, ഗ്രാമ്പു, സ്റ്റാർ, ജീരകം എന്നിവ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്കിതിനകത്തിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം. സവാളയുടെ നിറമൊന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയുടെയൊക്കെ പച്ച മണം മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടും. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം, ഒരു 2.5 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മസാലയുമായി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു രാത്രി സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസ് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങ്, 3 തക്കാളി എന്നിവ നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതേ കൂട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും മൂടി വെച്ച് ഒരു 3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കോളിഫ്ലവറും ഒരു ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
മസാലയുമായി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1 കപ്പ് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് മസാലയുമായി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മസാലയുമായി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടീസ്പൂൺ ചിക്കൻ മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് രുചിച്ച് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ നമ്മുടെ കസൂരി മേത്തി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വയംബൻ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. പൊറോട്ട, ചപ്പാത്തി, റൊട്ടി, പ്ലെയിൻ റൈസ്, ഗീ റൈസ് എന്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ മസാലയുടെ റെസിപ്പിയാണിത്. വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.